ഇവനാണെങ്കിൽ ഇവളെ സന്തോഷിപ്പിക്കാൻ വേണ്ടി ബൈക്കിൽ വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ സ്പീഡ് കാരണം അവനൊരു കാറിലിടിക്കുകയും ആ ബൈക്ക് ആക്സിഡൻ്റ് ആവുകയും ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് ഈ ആക്സിഡൻറ്റ് കാണുമ്പോൾ അവൾ വളരെയധികം പാനിക് ആവുകയാണ്. കാറിൽ നിന്ന് ഇറങ്ങി പെട്ടെന്ന് അവളാണെങ്കിൽ അവൻ്റെ അടുത്തോട്ട് പോവുകയാണ്. അവൻ്റെ അടുത്ത് പോയിട്ട് ഹെൽമെറ്റിൻ്റെ ഗ്ലാസ്സൊക്കെ ഊരി അവൻ ഓക്കെ ആണോ എന്നൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അവൻ്റെ മുഖത്തൊക്കെ നല്ല രീതിയിൽ ബ്ലീഡിംഗ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. അവൾ അവിടെ റോഡിൽ ഇരുന്നു കൊണ്ട് കരയൊക്കെ ചെയ്യുന്നുണ്ട്. അവൾ ഡോക്ടറാണ്. പക്ഷേ ആ സമയത്ത് അവൾ വളരെയധികം പാനിക് ആവുന്നത് കൊണ്ട് തന്നെ അവൾക്കൊന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ട് വരികയാണ്. ഇവൻ്റെ സിറ്റുവേഷൻ കാരണം ഇവൾ വല്ലാത്ത രീതിയിൽ കരയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഇവളെ ഫ്രണ്ടായ ഡോക്ടർ ഓടി ഇവൻ്റെ അടുത്തോട്ട് വരികയും ചെയ്യുന്നുണ്ട്. എന്നിട്ട് ഇവൾക്ക് വേണ്ടത്ര ഫസ്റ്റ് എയ്ഡ് ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഇവൻ്റെ കഴുത്തിൽ ബാൻഡേജൊക്കെ കെട്ടിക്കൊടുത്ത് കൂടുതൽ പൊട്ടലും കാര്യങ്ങളൊന്നും വരാത്ത രീതിയിൽ ആക്കിയിട്ട് ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയാണ്. അങ്ങനെ ആംബുലൻസിൽ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുന്നതിന് ശേഷം അവർ ട്രീറ്റ്മെൻറ്റൊക്കെ ചെയ്യുമ്പോൾ ഇവൻ്റെ നെഞ്ചിൻ്റെ ഭാഗത്തായിട്ട് ഒരു ചെറിയ പാട് പോലെ വന്നിട്ടുണ്ടായിരുന്നു. അത് ബ്ലഡ് കട്ട പിടിച്ച് വരുന്നൊരു പാടാണ്. അപ്പോൾ അത് കൂടുതൽ ഡേഞ്ചർ ആണെന്നുള്ളത് അവൻ മനസ്സിലാക്കിയിട്ട് അത് കട്ട പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ആ ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതിന് കാരണം ഇവനത് നല്ല പെയിൻ എടുക്കുന്നുണ്ട്. കാരണം അനസ്തേഷ്യ ഒന്നും എടുക്കാതെയാണ് അവനത് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവന് നല്ല പെയിനുണ്ട്. ഈ പെയിൻ കാണുമ്പോൾ അവൾക്ക് വളരെ ബുദ്ധിമുട്ട് തോന്നുകയാണ്. അവൾ കണ്ണടച്ചിട്ടൊക്കെ ഇരിക്കുന്നുണ്ട്. അങ്ങനെ ബ്ലഡ് കട്ട പിടിച്ചതൊക്കെ അവൻ ശരിയാക്കുന്നുണ്ട്. അങ്ങനെ അവൻ്റെ BP ഒക്കെ നോർമലായി വരികയാണ്. ഒടുവിൽ ഇവർക്കൊരു ആശ്വാസമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അപ്പോഴാണ് അവളൊന്ന് ഓക്കെ ആയി വരുന്നത്. എൻ്റെ BP ഒക്കെ നോർമലായി വരുന്നത് കാണുമ്പോൾ അവളൊന്ന് സമാധാനപ്പെടുന്നുണ്ട്. അങ്ങനെ ഡോക്ടറും ഇവൻ്റെ കാര്യങ്ങളൊക്കെ പ്രത്യേകം ശ്രദ്ധ കൊടുക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ളവർക്ക് നിർദ്ദേശം കൊടുക്കുന്നുണ്ട്. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. താങ്ക് യു.